കീർത്തന എന്നും ഞാൻ. വിജയിയുടെ തമിഴക വെற்றிക്കഴകം സർക്കാരിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി. TVK മന്ത്രിസഭയിലെ ഏക വനിതാ സാന്നിധ്യം. പറഞ്ഞു വരുന്നത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്ന കീർത്തനയെ കുറിച്ചാണ്. சட்டமன்ற பேரவையின் உறுப்பினராக தேர்ந்தெடுக்கப்பெற்ற கீர்த்தனா என்னும் நான் ചട്ടമുറൈപ്പടി തിരഞ്ഞെടുപ്പ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ കഴിയാത്തതിനാൽ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വാർത്തകളിൽ ഇടം പിടിച്ച കീർത്തന വെറുമൊരു MLA മാത്രമല്ല. ശിവകാശി മണ്ഡലത്തിൽ നിന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ 11,000-ലധികം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഈ 29-കാരി സഭയിലെത്തിയത്. വിരുദുനഗറിലെ ഒരു സാധാരണ ഇടത്തരം കുടുംബം. സർക്കാർ സ്കൂളിലെ പഠനം, പിന്നീട് മധുര കാമരാ സർവകലാശാലയിൽ നിന്ന് ഗണിതശാസ്ത്രത്തിൽ ബിരുദവും പുതുച്ചേരി സർവകലാശാലയിൽ നിന്ന് സ്റ്റാറ്റിസ്റ്റിക്സിൽ ബിരുദാനന്തര ബിരുദവും. 5 ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്യുന്ന കീർത്തന ഹിന്ദിയിൽ പ്രസംഗിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പോലും ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട്. രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്ത കീർത്തന എങ്ങനെ വിജയുടെ വിശ്വസ്തയായി? അതിനു പിന്നിലൊരു കരിയർ ഗ്രാഫുണ്ട്. സജീവ രാഷ്ട്രീയത്തിലെത്തുന്നതിന് മുമ്പ് ഐപാക്, ഷോർട്ട് ടൈം കൺസൾട്ടിംഗ് തുടങ്ങിയ പ്രമുഖ സ്ഥാപനങ്ങളിൽ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റായി കീർത്തന പ്രവർത്തിച്ചിട്ടുണ്ട്. MK സ്റ്റാലിൻ, മമതാ ബാനർജി, ചന്ദ്രബാബു നായിഡു തുടങ്ങിയ വമ്പൻ നേതാക്കളുടെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുന്നതിൽ കീർത്തന പങ്കാളിയായിരുന്നു. ഉദ്യോഗസ്ഥ വൃന്ദം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും ഭരണകാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും കൃത്യമായ ധാരണ ഈ പ്രൊഫഷണൽ പശ്ചാത്തലം അവർക്ക് നൽകുന്നു. ശിവകാശിയിലെ പടക്ക നിർമ്മാണ തൊഴിലാളികളുടെ സുരക്ഷയും ആരോഗ്യവുമാണ് തന്റെ പ്രഥമ പരിഗണനയെന്ന് കീർത്തന പറയുന്നു. തമിഴക വെற்றிക്കഴകത്തിന്റെ തുടക്കം മുതൽ സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകളിലൂടെയും ഡിജിറ്റൽ സ്ട്രാറ്റജികളിലൂടെയും പാർട്ടിയെ വളർത്തുന്നതിൽ അവർ നിർണായക പങ്ക് വഹിച്ചു. സാധാരണക്കാർക്കും യുവാക്കൾക്കും രാഷ്ട്രീയത്തിൽ ഇടമുണ്ടെന്ന് തെളിയിച്ച കീർത്തന തന്റെ സ്ട്രാറ്റജിസ്റ്റ് ബുദ്ധി ജനസേവനത്തിനായി എങ്ങനെ ഉപയോഗിക്കുമെന്ന് കാണാം.